ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നമ്മുടെ മമോദീസ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സാരികൾ ഡിസൈൻ ചെയ്ത് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചു. അപ്പം ആ സാരിയിൽ എങ്ങനെയാണ് സാരി മൊത്തം ഏത് സാരി ആയാലും സാരിയിൽ എങ്ങനെ പൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വളരെ എളുപ്പത്തിൽ, അതായത് ചിലർ നമ്മൾ പൈപ്പിംഗ് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 2 സ്റ്റിച്ചൊക്കെ കാണുന്ന രീതിയിൽ ചെയ്യും. അങ്ങനെയല്ലാണ്ട് ഒറ്റ സ്റ്റിച്ച് പുറമേ കാണുന്ന രീതിയിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വളരെ യൂസ്ഫുള്ളായ വീഡിയോ ആണ്. പൈപ്പിങ്ങിൽ സാരിയിൽ കൊടുക്കുന്നത് ഫിനിഷിംഗ് ആയിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മൾ സാരിയിൽ സൈഡിൽ ബോർഡറിലായിട്ട് പൈപ്പിങ് കൊടുക്കാറുണ്ട്. സാരി ഇപ്പോൾ വർക്ക്ഡ് ആയിട്ടുള്ള സാരികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബോർഡറിൽ നമ്മൾ പൈപ്പിങ് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് സാരിയുടെ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമ്മൾ പൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സാരിയുടെ അതേ മെറ്റീരിയൽ വെച്ച് തന്നെയാണ് പൈപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മളത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ബിറ്റ് പീസ്, നീളത്തിലുള്ള ബിറ്റ് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ പൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് തുണിയുടെ വിഡ്ത്ത് വൈസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു തുണിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.10, അതായത് 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ തുണിയുടെ വീതിയിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഒരു സാരി ഫുള്ളോടെ പൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 9 മീറ്റർ ആണ് വേണ്ടത്. താഴെ 5.5യും മുകളിൽ 2.5യും പിന്നെ മുന്താണിയുടെ വശം ഒരു 1.10 ഒക്കെ ആയിട്ട് വരുമ്പോൾ മൊത്തത്തിൽ ഒരു 9 മീറ്റർ നമുക്ക് എന്തായാലും വേണം. അപ്പം നമ്മൾ ഇതിങ്ങനെ ഈ ഒരു പീസ് 1.25 ഇഞ്ച് വിഡ്ത്തിലുള്ള പീസ് നമ്മൾ 9 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വിഡ്ത്ത് വൈസ് ആയിട്ട്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത് ഫുൾ ലെങ്ത് ഒറ്റ ഒരു സ്ട്രിപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ പൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കുറേ പേര് ഓൾറെഡി ചെയ്യുന്നതായിരിക്കും. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. അതായത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. സാരിക്ക് പൈപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ തന്നെ, സാരിയുടെ അതേ മെറ്റീരിയൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിങ്ങനെ വിഡ്ത്ത് വൈസ് ആയിട്ടും, അതായത് ബോർഡറുകൾ ഇപ്പുറത്തും അപ്പുറത്തും വരുന്ന പോലെ, എന്നിട്ട് വിഡ്ത്ത് വൈസിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്നത് നമ്മൾ 1.25 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. ഇതുപോലെ നമുക്ക് 9 പീസാണ് വേണ്ടത് ഒരു സാരിക്ക്. അപ്പം നമ്മൾ ഒരു സാരിക്കായിട്ട് മേടിക്കുമ്പോൾ ഒരു 1/2 മീറ്ററൊക്കെ നമുക്ക് പൈപ്പിങ്ങിനായിട്ട് തന്നെ എക്സ്ട്രാ നമ്മൾ സാരിയിൽ മേടിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ സാരിയും ബ്ലൗസും ഒരേ മെറ്റീരിയൽ ആവുമ്പം 5.5 സാരിയുടെ ലെങ്ത് വരുന്നത്. അതിനോടൊപ്പം തന്നെ 1 മീറ്റർ ബ്ലൗസിനുള്ള തുണി, അപ്പം 6.5 വന്നം 1 ഇഞ്ച് കൂടി, അല്ല 1 മീറ്റർ കൂടി കൂട്ടിയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് പൈപ്പിങ്ങും കൂടി വേണമെങ്കിൽ ഒരു 1/2 മീറ്റർ കൂടി എക്സ്ട്രാ കൂടുതൽ മേടിക്കണം. അപ്പം എന്നാലേ നമുക്ക് ആ പൈപ്പിങ്ങിനുള്ള തുണി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ 9 പീസ് 1.25 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മളിത് സ്കെയിൽ വെച്ച് വരച്ച് ഓരോന്നും കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ഇതായപ്പോൾ നമ്മൾ 9 പീസ് 1.25 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, നമ്മൾ ഈ ഓരോ പീസുകളും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് പതിച്ചടിച്ചുകൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒറ്റ പീസായിട്ട് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്തെടുത്തു. നമ്മൾ കോമൺ ആയിട്ട് പൈപ്പിങ്ങിന് 2 തരം
പൈപ്പിംഗ് ത്രെഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇത്തിരി വണ്ണം കുറഞ്ഞ ടൈപ്പാണ്. ഇതാണ് നമ്മൾ ചുരിദാറുകളിലൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സാരിക്ക് ഉപയോഗിക്കുന്നത്. ഇത്തിരിയും കൂടി വലിപ്പം ഉണ്ടാവും ത്രെഡിൻ്റെ കട്ടിക്ക്. അപ്പം ആ ഒരു കട്ടിയുള്ള ടൈപ്പ് ത്രെഡാണ് നമ്മൾ സാരിക്ക് പൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സാരിക്ക് പൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുത്തല്ലോ, ഈ ഒരു കട്ട് ചെയ്തെടുത്ത പീസിലേക്ക് നമ്മൾ പൈപ്പിങ്ങിന് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് എല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരൊറ്റ സ്ട്രിപ്പാക്കാണ്. 9 പീസിനെയും നമ്മൾ ജോയിൻ ചെയ്ത് ഒരൊറ്റ സ്ട്രിപ്പാക്കി എടുക്കുക. എന്നിട്ട് ത്രൂ ഔട്ട് ഒറ്റയടിക്ക് പൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടൈപ്പ് ത്രെഡിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് മടക്കാവൂ. കൂടുതൽ ഭാഗം ഇപ്പുറത്തെ പീസ് ഇടണം. അങ്ങനെ വേണം നമ്മൾ പൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലെ കൂടി പൈപ്പ് ചെയ്ത് പോവുക. മനസ്സിലായോ? കണ്ടോ? ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് വേണം നമുക്കിത് സാരിയിലേക്ക് വെക്കുമ്പോൾ ഇത് കവർ ചെയ്ത് അടിച്ചു പോകാൻ. അപ്പം ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് സാരിയിൽ വരുകയും ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ പൈപ്പ് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാറ്റേണിൽ 1/4 ഇഞ്ച് മടക്കി അതിനകത്ത് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇത്തിരി തള്ളിയിടുക. ഓക്കെ. പൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പൈപ്പിംഗ് ഫുട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് പൈപ്പ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ പൈപ്പിങ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് മടക്കി അതിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അതായത് നമ്മൾ സാരിയിൽ പൈപ്പ് ചെയ്യാനായിട്ട് പൈപ്പിംഗ് ത്രെഡ് റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 9 മീറ്റർ റെഡിയാക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പൈപ്പ് ചെയ്യാൻ പോകുന്ന സാരി. ഇത് നമ്മൾ ഓൾറെഡി സാരിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാരിയാണ്. നമ്മൾ പൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുത്തുന്ന വശത്തെ പോർഷൻ നമ്മൾ ആദ്യമേ തന്നെ സാരിയുടെ അറ്റം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പൈപ്പിംഗ് പിടിപ്പിച്ച് തുടങ്ങുന്നത്. നമ്മൾ പൈപ്പ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ സാരിയുടെ നല്ല വശമാണ്, വർക്ക് ചെയ്ത വശമാണ് ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ പൈപ്പ് ചെയ്തിരുന്നത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ ഇത്തിരി നീട്ടിയാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിരുന്നത്. അപ്പം ആ ചെറിയ വശം താഴേക്ക് വരുന്ന രീതിയിൽ, വീതി കൂടിയ വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിതിങ്ങനെ സാരിയുടെ അറ്റത്ത് വെച്ച് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് അകലത്തിൽ മുകളിൽ കൂടി, അതായത് ഇത് നല്ല വശമാണ് സാരിയുടെ നല്ല വശത്തു കൂടി ആദ്യമേ തന്നെ പൈപ്പിംഗ് ഫൂട്ട് ഇട്ടിട്ട് നമ്മൾ ഇതിലെ കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ പൈപ്പിങ് അടിച്ചു തുടങ്ങാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ അറ്റം മടക്കി അടിച്ചതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് നല്ല വശമാണ് സാരിയുടെ നല്ല വശത്തേക്ക് നമ്മൾ 1/2 ഇഞ്ച് നീക്കി ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ അറ്റം ഇത്തിരി തള്ളിയാണ് നിൽക്കുന്നത്, അത് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പൈപ്പിങ്ങിൻ്റെ അതിലൂടെ നമ്മൾ അടിക്കുകയാണ്. ഇത് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുത്തത് ചെറിയ തയ്യൽ തുമ്പ് വരുന്ന വശം അടിയിൽ വരുന്ന രീതിയിലും വലിയ വശം മുകളിലേക്ക് കാണുന്ന പോലെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ 4 സൈഡ്, അതായത് സാരിയുടെ ഏറ്റവും അടിവശം ഫുള്ളും പിന്നെ മുന്താണിയുടെ സൈഡും പിന്നെ മുകളിൽ നമ്മൾ മുന്താണിയുടെ വരുന്ന ആ ഒരു 2.5 മീറ്ററുമാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ പൈപ്പിങ് എല്ലാ സൈഡിലും വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ തിരിച്ചടിക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ അറ്റം മടക്കിയടിക്കുക. അതിനുശേഷം തള്ളി നിന്നേച്ച തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കിയെടുത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചു. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് അറ്റത്തടിക്കുന്നില്ല. ഇതിപ്പോൾ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ.
ഇതാ ഇപ്പോൾ മടക്കി അടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് പൈപ്പിങ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇവിടെ സ്റ്റിച്ച് വരില്ല, ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇത് എല്ലാ സൈഡും ഫിനിഷ് ചെയ്യാം. ഇതാ ഇപ്പം നമ്മുടെ പൈപ്പിങ്ങിൻ്റെ പണി കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെ പൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്